ഇവിടെ കൂലിക്ക് ആളെയൊക്കെ വിളിക്കുവോ പണിക്ക്? വിളിക്കും. ഒരു പെണ്ണുകൾ വിളിച്ചാൽ 400 രൂപ കൊടുക്കണം, ഒരു ആണുകൾ വിളിച്ചാൽ 700 രൂപ കൊടുക്കണം അവർക്ക്. ഇവിടെ കിട്ടണത് എത്രയാണെന്നറിയാം? ഒരു ഏക്കറയ്ക്ക് 2 കിണ്ടൽ സൂര്യകാന്തി കിട്ടുള്ളൂ. 2 കിണ്ടൽ സൂര്യകാന്തി കിട്ടിയിട്ട് അവർ മാർക്കറ്റുകാർ വാങ്ങണത് എത്രയ്ക്കോ 45 രൂപയാണ് കിലോ. അപ്പോൾ എത്രയായി ഒരു കിണ്ടലിന്? 450 രൂപ, 4500. ഒരു പെണ്ണുകൾക്ക് 400 രൂപ കൂലി കൊടുക്കണം, ആണുങ്ങൾക്ക് 700 രൂപ കൂലി കൊടുക്കണം. ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ 2500 രൂപ കൊടുക്കണം. അപ്പോൾ ഇത് 2 മണിക്കൂറാവും. 2 മണിക്കൂർക്ക് എത്രയാണ്? 5000 രൂപ. പിന്നെ അതിൽ കിട്ടണത് എത്രയാണ്? 2 കിണ്ടൽ സൂര്യകാന്തി. 2 കിണ്ടൽ സൂര്യകാന്തിന് എത്രയാണ്? 10,000 രൂപേനെ കൂട്ടിക്കൊള്ളി. ഇനി എത്രയാണ്? മെഷീനിന് 5000 രൂപ, പണിക്കൂലി 5000 രൂപ. ഇനി എന്താ നമുക്ക് കിട്ടണത്? നമ്മുടെ സ്വന്തം ഭൂമിയാണ്, നമ്മൾ എന്തെങ്കിലും ചെയ്യും, നമ്മളെന്തെങ്കിലും എടുക്കണം. ഇപ്പോൾ കേരളക്കാരാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ കേരളക്കാരെ കുറിച്ച്, മലയാളികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഇവിടത്തേക്ക് അമ്പലത്തേക്ക് പറഞ്ഞതോ? അപ്പോൾ കേരളക്കാരാണ് നമ്മളും കൂടുതൽ പറഞ്ഞത്. എല്ലാം കൊല്ലത്തിലും കേരളക്കാരാണ് കൂടുതൽ പറഞ്ഞത് ഈ അമ്പലത്തേക്ക് വേണ്ടി. തമിഴ്നാട്ടുകാർ കുറവാണ്, കർണാടകക്കാർ കുറവാണ് ഈ അമ്പലത്തേക്ക് പറഞ്ഞത്. കേരളക്കാരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഈ അമ്പലത്തേക്ക്, ഗോപാലസ്വാമി അമ്പലത്തേക്ക്. അവർക്ക് ഈ സൂര്യകാന്തി പൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂര്യകാന്തി പൂ ഉണ്ടെങ്കിൽ അവർ എവിടെയെങ്കിലും പോകും. നമ്മൾ മാർച്ച് മാസത്തിലാണ് ഇത് വിത്ത് നടാന സമയം. ആ സമയത്തിൽ നട്ടാൽ നമുക്ക് ജനുവരി, മാർച്ച്, ഫെബ്രുവരി, മെയ് ജൂണിലൊക്കെ ഇത് വരും. ഏര് കെട്ടിയിട്ടാണ് ഇത് ചാലെടുക്കണത്. നമ്മൾ ഏര് കെട്ടിയിട്ട് ചാലെടുത്തിട്ട് പുറകിൽ പെണ്ണുകളാണ് ഇങ്ങനെ വിട്ട് പറഞ്ഞത് വിത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച, ഒരു 10-12 ദിവസത്തേക്ക് അത് മുളച്ച് വരും. മുളച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു ചെറിയ അതിന് കള എടുക്കാനുള്ള ലൂഷാക്കണം, മണ്ണ് ലൂഷാക്കി കൊടുക്കണം. അതിന് മണ്ണ് ലൂഷാക്കി കൊടുത്തപ്പോൾ അതങ്ങനെ പെണ്ണുകൾ ഒരു 4-5 പെണ്ണുകളൊക്കെ കൂട്ടി ഒരു ചെറിയ മാന്തികളൊക്കെ ഉണ്ട് അവർക്ക്. അത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അത് പെണ്ണുകൾ അതിൻ്റെ ചെടീൻ്റെ ചോട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ ഇളക്കി കൊടുത്ത് പോകണം. അപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഏര് കെട്ടിയിട്ട് നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു വള ഇട്ട് കൊടുക്കണം. ആ വള ഇട്ട് കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കലപ്പേനെ കൊണ്ട് ഏര് കെട്ടിയിട്ട് ഒരു മണ്ണ് 2 ചെടീൻ്റെ സൈഡിലേക്ക് മണ്ണ് കൂട്ടാണ പോലെ ഒരു ഏര് ഏരിൽ നമ്മൾ കൂട്ടി കൊടുക്കണം. കൂട്ടി കൊടുത്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലും കീടനാശകം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ സമയത്തിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു മരുന്നടിച്ച് കൊടുക്കണം. ചെറുതായിട്ട് ഒരു മരുന്നടിച്ച് കൊടുക്കണം. ഈ കാട്ടിന് അടുത്തവിടെ കുറേ കീടനാശകങ്ങളൊക്കെ ഉണ്ട്. ആ കീടനാശകം വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ട് ഒരു മരുന്നടിച്ച് കൊടുക്കണം, ഫ്രീ ആക്കി കൊടുക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ. പിന്നെ ഇനി 2 മാസം കഴിയുമ്പോൾ അതൊക്കെ മേലെ പൂങ്ങി വരും. പിന്നെ അന്നേരത്തേക്ക് അത് പൂ വരും. അത് മേലെ ഇങ്ങനെ ചീടായി വരുന്ന പോലെ അതൊക്കെ വിത്താവും. ഇങ്ങനെയാണ്. ഈ വിത്ത് നട്ടാലും ഉണ്ടാവോ? വിത്ത് ഇതന്നെ നമ്മൾ വെച്ച് വെക്കണത്. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതെണ്ണം എടുത്തിട്ട് അപ്പോൾ അതിന് ലേശം കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് കൊടുക്കും. ആ മരുന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അതൊക്കെ മിക്സാക്കിയിട്ട് ആ വിത്തിൽ നമ്മൾ ഒരു ചാക്കിൽ കെട്ടി വെക്കണം. ഒരു 4 മാസം 3 മാസം കെട്ടി വെച്ചിട്ട് അന്നേരമാണ് നമ്മൾ നാട്ടിയാക്കാൻ സമയത്തിനാണ് അത് അളച്ചിട്ട് നമ്മൾ ആ വിത്തിനെ വിതയ്ക്കണത്. ഒരു 4 മാസം കെട്ടി വെക്കണം, എന്തായാലും ഒരു 4 മാസം കെട്ടി വെക്കണം ചാക്കിൽ മരുന്നിട്ടിട്ട്. അതാണ് നല്ല വിത്ത്. ഒരു മാസം വേണം. ഒരു മാസം വേണം. ഇത് ഇനി 2 മാസം വേണം. അത് കണ്ടില്ലേ? അപ്പോൾ 1.5 മാസം ആകുമ്പോൾ ഇങ്ങനെ വരും. 2 മാസം ആകുമ്പോൾ ഇങ്ങനെ പൂവിടും. അപ്പോൾ 3 മാസം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഒരു 15 ദിവസം കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങി വിത്താവും. അതൊക്കെ അങ്ങനെ ഒരു മെഷീനെ കൊണ്ട് നമ്മൾ എടുപ്പിച്ചാൽ അത് വിത്ത് ഒരു സൈഡിൽ കൊണ്ടുവന്നാക്കി അത് നല്ലോണം വെയിലത്തെ ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അതിന് മാർക്കറ്റുകാർ വരാൻ പറഞ്ഞാൽ അവർ ഒരു 35-40 കിലോന് കൊടുത്തിട്ട് നമുക്ക് ലാഭമില്ല. അവർ ഈ ഓയിലിന് വേണ്ടി ഓയിലിന് മാത്രമേ ഉള്ളൂ ഇത്. പിന്നെ അതിൻ്റെ സണ്ടി ഉണ്ടല്ലോ, വെയിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ സണ്ടി ഉണ്ടല്ലോ, അത് കടല പിണ്ണാക്കും എന്താ പറയില്ലേ, പശുക്കളെ കന്നാലികളൊക്കെ കൊടുക്കില്ലേ, അതുപോലെ തീറ്റയാവും. അത്
പിണ്ണാക്ക് സൂര്യകാന്തി പിണ്ണാക്കും ഉണ്ട്. സൂര്യകാന്തി പിണ്ണാക്കും ഉണ്ടാവും അതൊക്കെ കിട്ടും. അത് മില്ല് എവിടെ ഉണ്ട്? മില്ലുണ്ടോ? മില്ല് ഇത് മൈസൂർ നെഞ്ഞൻകൂട്, ഗുണ്ടൽപേട്ടയിൽ അപ്പുറം നെഞ്ഞൻകൂട് ഉണ്ട്. അവിടെ വേറെ ചന്ദ്രനാണ്, എൻ്റെ സ്വന്തം ഭൂമിയാണ്. പക്ഷേ എൻ്റെ സ്വന്തം സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ എനിക്ക് ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടെ അടുത്ത്. അപ്പോൾ കൃഷി എടുക്കുകയാണെങ്കിൽ എനിക്ക് പന്നീനെ രാത്രിയാകുമ്പോൾ പന്നി കവല നിൽക്കണം, ആനയുടെ കവല നിൽക്കണം. അതല്ലാതെ ഇന്നും കുറേ ഇത് മഴയത്തെ കൃഷിയാണ്. പക്ഷേ ആരെങ്കിലും വരണവരെടുത്ത് അവർ 10 രൂപ പോട്ടത്തിന് നമ്മൾ വാങ്ങി, അതല്ലാതെ വേറെ ഒന്നും വാങ്ങില്ല. അവരാരെങ്കിലും നോക്കേണ്ടവർ പോട്ടെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരു 10 രൂപ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇത് വേറെ വെച്ചല്ല. ഈ കൃഷിക്ക് ഈ പൂവുള്ള അടുത്ത ഒരു 2 കിണ്ടൽ സൂര്യകാന്തി കിട്ടും. അതിൽ ഇത് ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ 2500 രൂപ കൊടുക്കും. അതല്ലാതെ പിന്നെ 2 കിണ്ടൽ സൂര്യകാന്തിക്ക് 10,000 രൂപയായി. അപ്പോൾ 5000 രൂപ മെഷീനിൻ്റെ കൂലി, ഒരു മണിക്കൂർ 2500 രൂപ കൊടുക്കണം മെഷീനിൽ. അപ്പോൾ ഈ 5000 രൂപ മണിക്കൂലിയാവും. പിന്നെ വേറെ ഒന്നും കിട്ടണില്ല. ഇത് നമ്മുടെ സ്വന്തം ഭൂമിയാണ്. എന്തെങ്കിലും നമ്മൾ ചെയ്യും, കിട്ടണത് കിട്ടട്ടെ, എന്നിട്ട് നമ്മൾ എടുക്കും. അതെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ. അപ്പോൾ രാത്രി മുഴുവൻ കാവലിൽ നിൽക്കണം. പന്നിയുടെ കാവല്, ആനയുടെ കാവല്, അതിനെ നിൽക്കണം. ഇതല്ലാതെ പന്നി കാവലിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല ഇവിടെ. അതാണ് ആരെങ്കിലും വരണവരോ നമുക്ക് അവർ 10 രൂപ കൊടുക്കും, ഫോട്ടോ എടുക്കണവരോ അല്ല കാണാൻ വരണവരോ, അതേ ഉള്ളൂ നമുക്ക്. വേറെ ഇത് തൈ നടുന്ന ഇത് തൈ നടുന്നത് ഇത് 4.5 മാസത്തെ കൃഷിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ കൃഷിനെ വിത്താണ് നാട്ടിയാക്കണത്. വിത്ത് നാട്ടിയാക്കിയിട്ട് ഒരു 4.5 മാസത്തെ കൃഷി ചെയ്ത് ഒരു 4.5 മാസത്തിൽ ഒരു 3 ആഴ്ച മാത്രമേ ഇത് പൂ കിട്ടുള്ളൂ. ആ പൂവിൽ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ കുറച്ച് ആൾക്കാർ കയറി വരണം. അവരവരെ 10 രൂപ പോട്ടത്തിന്. അതല്ലാതെ ഇതിന് വേറെ ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഒരു 2 മാസത്തിൽ അത് ഉണങ്ങി നല്ല ഷീഡാവും. അതിനെ മാർക്കറ്റുകാർ കൊണ്ടുപോകും. മാർക്കറ്റുകാർ കൊണ്ടുപോയാൽ അവർ ഒരു 45 30 ഇങ്ങനെയൊക്കെ കൊടുക്കും. നമുക്ക് റേറ്റ് 1 കിലോന്. അവർക്ക് ലാഭം ഉണ്ടാവും, നമുക്കൊന്നും ലാഭമൊന്നും കിട്ടുന്നില്ല. അത് പിന്നെ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകാനാവില്ല, പറ്റില്ല. അത് ഇതിന് വളമൊക്കെ വളമൊക്കെ ഇംഗ്ലീഷ് വളം, ഏത് വളമായാലും ഇടുക. കുറച്ച് ചാണകവളം ഇടുക. കുറച്ച് നല്ലെണ്ണം പൂട്ടി കൊടുക്കണം. ട്രാക്ടർ കൊണ്ട് കൂട്ടണം. കൂട്ടി കൊടുത്തിട്ടാണ് ഇത് കൃഷിയാക്കണം. ഇത് വിത്ത് കൃഷി ഓഫീസാണ് നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ 2 കിലോവാണ് ഒരു ബാഗ്. ആ ബാഗിന് 2500 രൂപ കൊടുക്കണം. പക്ഷേ സബ്സിഡി ഉണ്ടെങ്കിൽ അതിൽ ഒരു 1020 രൂപ കുറയ്ക്കും. സബ്സിഡി ഇല്ലെങ്കിൽ നമ്മൾ 2500 രൂപ കൊടുക്കണം ഒരു ബാഗിന്. 2 കിലോവാണ് ഒരു ബാഗ്. അത് ഒരു ഏക്കറയ്ക്ക് 5 ബാഗ് മേടിക്കണം. 5 ബാഗാണ് ഒരു ഏക്കറയ്ക്ക് നമ്മൾ കൃഷിയാക്കണം. ഇത് എത്ര ഏക്കർ? ഇത് 3 ഏക്കർ. 3 ഏക്കറേക്ക് 15 ബാഗ് സൂര്യകാന്തിയാണ് നമ്മൾ എടുത്തത് ഇവിടെ. അതിൽ ഒരു 5 കിണ്ടൽ സൂര്യകാന്തി കിട്ടണില്ല. അതാണ് ഒരു ബാഗിന് 2500 രൂപയാണ്. ഒരു ബാഗ് 2 കിലോ ആണ്. ഈ സൂര്യകാന്തി അല്ലാതെ വേറെ കൃഷി? വേറെ നമ്മുടെ സൂര്യകാന്തി വെട്ടി കഴിഞ്ഞിട്ട് മറ്റേ മുതിരയുണ്ട്. മുതിര കൃഷിയാക്കും. ഇത് കഴിഞ്ഞിട്ട് കൊല്ലത്തിൽ 2 കൃഷി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിലകടലയോ മുതിരയോ ഇതൊക്കെ ചെയ്യും. 3 ഏക്കർ നിങ്ങൾ സ്വന്തം സ്ഥലം? സ്വന്തം ഭൂമി അച്ഛൻ ഉണ്ടാക്കിയ സ്ഥലമാണ്. നമ്മൾ 3ാമത്തെ ആളാണ് ഈ സ്ഥലത്ത്. മക്കളെല്ലാം എന്താ ചെയ്യുന്നത്? കൃഷി തന്നെയാണോ? ഞാൻ ഇപ്പോൾ എൻ്റെ പേര് ചന്ദ്രനാണ്. ഞാൻ ഒരാളിപ്പോൾ ഉള്ളത്. അമ്മ പിന്നെ അവർ 2 പേരും മരിച്ചുപോയി. അമ്മ ഇപ്പോൾ മരിച്ചിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ. ഈ സ്ഥലം ഉണ്ടാക്കിയ അമ്മ കുറേ ഉണ്ടായിരുന്നു. 112 വയസ്സായിരുന്നു അമ്മ മരിച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി, 112 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്തേക്ക് വരായിരുന്നു നടന്നിട്ട് അവിടുത്തെ വീട്ടിൽ നിന്ന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ മരിച്ചു പോയിട്ട്. ഈ സ്ഥലം ഉണ്ടാക്കിയ